അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്നവരൊക്കെ വന്നു. ഇനിയും അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നവർ അവർ അതിസമ്പന്നരായിരിക്കണം. കുറഞ്ഞത് 5 മില്യൺ, അതായത് 45 കോടി വില വരുന്ന ട്രംപ് ഗോൾഡൻ കാർഡ് വാങ്ങുവാൻ പ്രാപ്തിയുള്ളവർ. അത്രയും പണം ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇനിയും US പൗരത്വമുള്ളൂ. സാധാ ഇമിഗ്രൻസും മിഡിൽ ക്ലാസ് സിറ്റിസൺസും ആയിട്ടുള്ള ധാരാളം ആളുകൾ, അവരുടെ ഭാവി ഇനി അമേരിക്കയിൽ എന്താകും? RRR വിഷന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കഴിവതും സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം, എവിടെ പച്ചപ്പ് കണ്ടാലും, എവിടെല്ലാം അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഉടക്കിയിട്ടുണ്ടോ അതെല്ലാം നേടിയെടുക്കുക എന്നത് അദ്ദേഹത്തിന്റെ ബിസിനസ്മാനിലുള്ള ഒരു വലിയ തന്ത്രമാണ്. അദ്ദേഹത്തിന് കൂട്ടായിട്ട് അദ്ദേഹത്തെക്കാൾ വലിയൊരു ബിസിനസ്മാൻ ഇലോൺ മാസ്ക് എന്ന് പറയുന്ന ആ തന്ത്രശാലി, ഇന്ന് അമേരിക്കക്കാർ വരെ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, അദ്ദേഹമാണോ അടുത്ത ആന്റി ക്രൈസ്റ്റ്. അതിന് പല കാരണങ്ങളുണ്ട്. എന്തിനു പറയണം, തൊട്ടടുത്ത് കിടക്കുന്ന കാനഡ പോലും, ആ കാനഡയിലെ ചില സമ്പത്തുകൾ, ചില മിനറൽസുകൾ, ഓയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻപിൽ കണ്ടുകൊണ്ട് ആ രാജ്യം പോലും വിലയ്ക്ക് വാങ്ങാൻ മുന്നോട്ട് ഇപ്പോഴും സമ്മർദ്ദം ചെലുത്തുന്ന ഒരു ഭരണാധികാരി. അദ്ദേഹം ജർമ്മനി, യൂറോപ്പ് രാജ്യങ്ങൾ, എന്തിനു പറയണം, നമ്മുടെ ഇന്ത്യ വരെ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഇപ്പോൾ പെട്ടിരിക്കുകയാണ്. ഇലോൺ മാസ്കിന്റെ സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന ഇന്റർനെറ്റ് കമ്പനി നമ്മുടെ ഇന്ത്യയിൽ ഫൈനൽ അപ്രൂവലിന് വേണ്ടി ഇപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ ടെസ്ല എന്ന് പറയുന്ന കാറ് വരും ദിവസങ്ങളിൽ തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുകയാണ്. നമ്മൾ ചിലപ്പം ചോദിക്കും, അതിനെന്താ വിദേശ കമ്പനികൾ വരട്ടെ? തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. നമുക്ക് ജോലി സാധ്യതകൾ കിട്ടുമല്ലോ. ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹം ഒന്ന് കാണാതെ ഒന്ന് ചെയ്യുന്ന ആളല്ല. അതുപോലെ തന്നെ ഇലോൺ മാസ്കിന്റെയും ട്രംപിന്റെയും വലിയ അതായത് പ്രൊജക്റ്റുകളാണ് അതായത് ഗാസയിൽ വരാൻ പോകുന്നത്. നമ്മൾ ഈ ദിവസങ്ങൾ കണ്ടു, അമേരിക്ക അതും ടേക്ക് ഓവർ ചെയ്യാൻ പോവുകയാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം റഷ്യയുമായിട്ട് അദ്ദേഹം ചില കോൺട്രാക്റ്റിൽ ഒപ്പിട്ടു. അത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഉക്രൈനുമായിട്ടുള്ള യുദ്ധം, അതിന് എല്ലാ സപ്പോർട്ടും അമേരിക്ക പുറയിലുണ്ടെന്ന് പറഞ്ഞ് ഉക്രൈനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ച്, അതും റഷ്യ എന്ന് പറയുന്ന ആ ഒരു വലിയ രാജ്യത്തോട്. എന്നാൽ ഇപ്പോൾ അമേരിക്ക അവരുടെ ഇടയിൽ ഒരു സമ്മർദ്ദം ചെലുത്തി യുദ്ധമൊക്കെ ഇല്ലാതാക്കുകയാണ്. പക്ഷെ അദ്ദേഹം അത് മുന്നോട്ട് വെക്കുന്ന കോൺട്രാക്റ്റ്, അതായത് ഉക്രൈനിൽ ഈ ഭൂമിയിൽ വളരെ വിരളമായി കിട്ടുന്ന ചില മിനറൽസ് ഉണ്ട്, അത് അമേരിക്കയ്ക്ക് വേണം. ഓരോ യുദ്ധത്തിന്റെ പുറയിലും എന്തെങ്കിലും ഒന്ന് മുന്നിൽ കാണാതെ ചെയ്യുന്ന ആളല്ല ട്രംപിന്റെ ഭരണകൂടവും. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഈ ഗോൾഡൻ കാർഡ് പ്രഖ്യാപനത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു, $35 ട്രില്യൺ അദ്ദേഹത്തിന്റെ രാജ്യത്തിന് ഇപ്പോൾ കടം വീട്ടാൻ. തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്ത ആദ്യത്തെ കാര്യം തന്നെ അദ്ദേഹത്തിന്റെ ഇലക്ഷൻ സമയത്ത് കൊടുത്ത പ്രോമിസുകൾ ഓരോന്നോരോന്നായി ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം ഇപ്പോൾ പാലിക്കുകയാണ്. അതിന്റെ പ്രധാനമായിട്ട് അദ്ദേഹം ചെയ്തത് WHO ഉൾപ്പെടുന്ന പല സംഘടനകൾക്കും വർഷങ്ങളായി കൊടുത്തോണ്ടിരുന്ന മില്യൺ കണക്കിന് രൂപ ഇപ്പോൾ അദ്ദേഹം പിൻവലിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യം തന്നെ അല്ലെ? തൻ്റെ രാജ്യം, അതായത് അമേരിക്ക, എപ്പോഴും ലോകത്തിന്റെ മുൻപിൽ വളരെ പ്രൗഢിയോടെ ഇരിക്കുന്നു. അപ്പോൾ കാലിന്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അഭിമാനം പറഞ്ഞിരിക്കുന്നതിനേക്കാൾ നല്ലത് തൻ്റെ രാജ്യത്തെ രക്ഷിക്കാനായിട്ട് അദ്ദേഹം ചെയ്ത ആ ഒരു കാര്യം എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. അപ്പോൾ മില്യൺ കണക്കിന് രൂപ അങ്ങനെ കൊടുത്തു സഹായിച്ച പരിപാടി അദ്ദേഹം അതങ്ങ് നിർത്തലാക്കി. എന്നാൽ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രോമിസ് ആയിരുന്നു വലിയ ഡീപ്പോർട്ടേഷൻ. നമ്മളെല്ലാം കണ്ടു, ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള
അതായത് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ പല രാജ്യങ്ങളിലേക്കും ഡീപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ലക്ഷക്കണക്കിന് ആളുകളാണ് ഇല്ലീഗലായിട്ട് അമേരിക്കയിലേക്ക് അതായത് വന്നിരിക്കുന്നത്. ഓരോ അതായത് പ്ലെയിനുകളും ഓരോ രാജ്യത്തേക്ക് ഡീപ്പോർട്ട് ചെയ്ത് പോകുമ്പോൾ ആ രാജ്യത്തിനുണ്ടാകുന്ന നഷ്ടം, ഇത്രയും ട്രില്യൺ കണക്കിന് രൂപയുടെ നഷ്ടമുള്ള അമേരിക്ക എന്ന് പറയുന്ന രാജ്യം വീണ്ടും ഈ ഒരു ഡീപ്പോർട്ടേഷൻ അവിടെയുള്ള മുഴുവൻ ഇല്ലീഗൽ ഇമിഗ്രൻസിനെയും പറഞ്ഞു വിടുന്നിടം വരെ അത് കണ്ടിന്യൂ ചെയ്യുമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഒരിക്കലുമില്ല. ഇപ്പോൾ ആ ജനതയ്ക്ക് കൊടുത്ത ആ ഒരു പ്രോമിസ് അവരുടെ മുന്നിൽ അവരുടെ കണ്ണിൽ പൊടിയിടാൻ കുറച്ചു നാളും കൂടെ അദ്ദേഹം ചിലപ്പോൾ അതായത് ഇല്ലീഗലായിട്ടുള്ള ആളുകളെ ഡീപ്പോർട്ട് ചെയ്തെന്ന് വരാം. ഗ്രാജുവലി അതും അദ്ദേഹം നിർത്തലാക്കും. ഇനിയും അതായത് രണ്ടാമതൊരു കാര്യം, അദ്ദേഹത്തിന്റെ ഈ ഒരു ഗോൾഡൻ കാർഡ്, ഈ ഗോൾഡൻ കാർഡില് അദ്ദേഹം അത് ഡിക്ലെയർ ചെയ്യുമ്പോൾ, അതായത് അതിസമ്പന്നരായിട്ടുള്ള ആളുകൾ മതി ഇനി ഞങ്ങൾക്ക് അമേരിക്കയിൽ എന്ന് അദ്ദേഹം പറയുമ്പോൾ, അവിടെയുള്ള റിപ്പോർട്ടർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. റഷ്യ ഉൾപ്പെടെ, ചൈന ഉൾപ്പെടെ, സൗദി ഉൾപ്പെടെയുള്ള അതിസമ്പന്നരായിട്ടുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ അവരും ഈ രാജ്യത്തിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്താൽ അവരെ നമ്മൾ കൊണ്ടുവരുമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും കൊണ്ടുവരും. അതൊരു വലിയ സൂചനയാണ് നൽകുന്നത്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിലെ ഇന്ത്യ ഉൾപ്പെടെ മറ്റു പല രാജ്യങ്ങളിലും ആ രാജ്യത്തിലുള്ള ജനത്തിന്റെ പണം, കോടിക്കണക്കിന് രൂപയുടെ പണം അപഹരിച്ച് മുങ്ങുന്ന പല ബിസിനസ്സുകാരും പതിവ് അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇനിയും ഒരു 45 കോടി എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അത് വലിയ കാര്യമൊന്നുമല്ല. അപ്പൊ എന്ത് തെറ്റ് ചെയ്താലും അങ്ങനെയുള്ള ആളുകൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ഗോൾഡൻ കാർഡ് എടുത്താൽ അമേരിക്കൻ പൗരത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓഫർ ചെയ്ത് ഇനിയും സ്വസ്ഥമായിട്ട് അമേരിക്കയിലേക്ക് കടന്നു വരാനുള്ള ഒരു പാത്വേ ആയും കൂടെ ഇത് മാറാൻ പോവുകയാണ്. അവിടെ കൊണ്ട് തീരുന്നില്ല. അദ്ദേഹം പറഞ്ഞതിനകത്ത് മറ്റൊരു കാര്യം പറഞ്ഞു. അതായത് ഇവിടെ വന്ന് പഠിക്കുന്ന ഇന്ത്യക്കാര്, ചൈനക്കാര്, ജപ്പാൻകാർ ഉൾപ്പെടെയുള്ള പല മിടുക്കന്മാർ കുട്ടികൾ, ഇവിടുത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന റാങ്ക് ഹോൾഡേഴ്സ്, അവർക്ക് അമേരിക്കയിൽ തന്നെയുള്ള വലിയ വലിയ കമ്പനികൾ അവരെ ഹയർ ചെയ്യാനായിട്ട് അതായത് ആഗ്രഹിക്കുമ്പോൾ അങ്ങനെയുള്ള കമ്പനികൾക്ക് ഈ ഗോൾഡൻ കാർഡുകൾ എടുത്തുകൊണ്ട് ഓരോ കുട്ടികളെയും അവരെ ഹയർ ചെയ്യാം. പക്ഷെ എനിക്കത് എങ്ങനെ നോക്കിയിട്ടും അതിന്റെ ലോജിക്ക് മനസ്സിലാകുന്നില്ല. ഒരു റാങ്ക് ഹോൾഡറായ ഒരു കുട്ടി അമേരിക്കയുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ 45 കോടി ആ ഒരു കുട്ടിക്ക് ആ കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത് ആ കുട്ടിയെ ഹയർ ചെയ്യുമ്പോൾ എന്ത് എഗ്രിമെന്റ് ആയിരിക്കും ആ ഒരു സ്റ്റുഡന്റിന്റെ അല്ലെങ്കിൽ ആ ഒരു കാൻഡിഡേറ്റിന്റെ ജീവിതത്തിൽ ആ പുള്ളി എഴുതി ഒപ്പിട്ട് കൊടുക്കാൻ പോകുന്നത്? എൻ്റെ ഒരു സംശയം അതൊരു വലിയ ഊരാക്കൊടുക്ക് തന്നെ ആകുമോ എന്നതാണ്. ആ വ്യക്തിക്ക് ഒരിക്കലും തന്റെ ജീവിതത്തിൽ ആ കമ്പനിയിൽ നിന്ന് പുറത്തു വരാൻ കഴിയത്തില്ലേ? അല്ലെങ്കിൽ തനിക്ക് ഇനിയിപ്പോൾ ആ കമ്പനി ജോലി ചെയ്യണ്ട, നാളെ എന്തെങ്കിലും ഒരു സമ്മർദ്ദം വന്നു, ഇപ്പൊ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ആ കമ്പനിയിൽ നമുക്ക് മറ്റൊരു കമ്പനിയിലോട്ട് പോകാം, റിസൈൻ ചെയ്ത് പോകാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരതിനകത്ത് വ്യക്തമാക്കുന്നില്ല. അപ്പൊ എന്താണ് അതുകൊണ്ട് അവര് ഉദ്ദേശിക്കുന്നത്? രണ്ടാമത്തെ ഒരു കാര്യം, അതായത് നിങ്ങൾ കണ്ടു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് അമേരിക്കയുടെ വലിയ വലിയ അതായത് ഗവൺമെന്റ് ജോബുകളിൽ ഇരിക്കുന്ന ടോപ്പിലുള്ള ആളുകൾ ഉൾപ്പെടെ, അതുപോലെ ഡിഫൻസ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കോർട്ട് ഉൾപ്പെടെയുള്ള വലിയ ആയിരങ്ങളെ പറഞ്ഞു വിടുകയാണ്. അത് മാത്രമല്ല ഇലോൺ മാസ്ക് എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇപ്പോൾ ഫുൾ അമേരിക്കയെ, അവരുടെ അഡ്മിനിസ്ട്രേഷനെ തന്നെ കൺട്രോൾ ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹം പറഞ്ഞു ഓരോ ആഴ്ചയും ജോലി ചെയ്യുന്നതിന്റെ റിപ്പോർട്ട് നമ്മൾ, അതായത് വീട്ടിൽ നമ്മുടെ മാതാപിതാക്കൾ കുട്ടികളോട് ചോദിക്കുന്ന പോലെ ഇന്ന് നീ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നീ എന്നോട് വന്ന് പറ എന്ന് നമ്മൾ പറയുന്നത് പോലെ വലിയ വലിയ ടോപ്പിലുള്ള ഡിഫൻസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അദ്ദേഹം ഇമെയിൽ ചെയ്തിരിക്കുകയാണ്. 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഈ ഒരാഴ്ച ചെയ്ത ജോലിയെ എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്യാത്തവരെ എല്ലാം റിസൈൻ ചെയ്യാനായിട്ട് തയ്യാറായിക്കൊള്ളുക. അത് ഡിഫൻസ് ഉൾപ്പെടെയുള്ള ചില ആളുകൾ അതിനെ റെഫ്യൂസ് ചെയ്തു. എല്ലാവരെയും പറഞ്ഞു വിടുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ധാർഷ്ട്രീയങ്ങൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഒരാളുടെ ഇതിൽ
അദ്ദേഹത്തിന്റെ ആ കടുംപിടുത്തത്തിൽ അദ്ദേഹത്തിന്റെ കൈപ്പിടിയിൽ ഒതുക്കുക എന്ന് പറയുന്ന ആ ഒരു സമീപനം ഒരു വലിയ അപകടത്തിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരു കാര്യം ഇതിൽ നിന്ന് വ്യക്തമാണ്, അതായത് അമേരിക്ക ഇനിയും അതിസമ്പന്നർ അല്ലെങ്കിൽ ദരിദ്രർ. നമുക്കറിയാം മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളാണ് എവിടെയും ലോകരാജ്യത്തിൽ എവിടെയും ശബ്ദമുയർത്തുന്നവർ. അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനായിട്ടുള്ളത് കിട്ടുന്നില്ല, അവർക്ക് ജീവിതം ബുദ്ധിമുട്ടാണെങ്കിൽ അവിടെയുള്ള ഗവൺമെന്റിന് എഗനസ്റ്റ് ആയിട്ട് ശബ്ദമുയർത്തുന്ന ഒരു വിഭാഗമാണ് മിഡിൽ ക്ലാസ് ആളുകൾ. അതുകൊണ്ട് തന്നെ അതായത് പാവങ്ങളാണെങ്കിൽ അവരധികം ശബ്ദമുയർത്തത്തില്ല, അവരെ എപ്പോഴും അതായത് അടിച്ചമർത്താം. അതുകൊണ്ട് തന്നെ മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളെ ഇല്ലാതാക്കുക, അവരുടെ ശബ്ദം ഇല്ലാതാക്കുക, അത് ചെയ്യുന്ന ഒരേ ഒരു കാര്യം, അതായത് നമുക്കറിയാം ഇതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ജോലിയാണ്. അപ്പം ഇലോൺ മാസ്ക് എന്ന് പറയുന്ന ആ ബുദ്ധിമാന് അത് വലിയ കാര്യമൊന്നുമല്ല. ഇപ്പോൾ ഗവൺമെന്റ് ജോലിയിൽ നിന്ന് തന്നെ അത് തുടങ്ങിയെങ്കിൽ ഗ്രാജുവലി ഓരോ പ്രൈവറ്റ് കമ്പനിയിലേക്കും അദ്ദേഹത്തിന്റെ കൺട്രോൾ വരുമെന്നതിൽ യാതൊരു സംശയമില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൂണുപോലെ മുളപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ റോബോട്ടിക്കൽ തന്ത്രം. നമ്മൾ ഡേ ബൈ ഡേ കണ്ടുകൊണ്ടിരിക്കുക, റോബോട്ടുകളെ സൃഷ്ടിക്കുന്നതിന്റെ രാജാവായി മാറിയിരിക്കുന്നു അദ്ദേഹം. ഇതൊന്നും അതായത് തമാശകളല്ല. നാളെ 1000 പേര് ജോലി ചെയ്യുന്ന കമ്പനിയിൽ അവർക്കാവശ്യമുള്ള 100 പേരെ നിർത്തിയിട്ട് ബാക്കിയുള്ള മുഴുവനും ആളുകളെ ജോലിയിൽ നിന്ന് പറഞ്ഞുവിടും. ഇനിയും എല്ലാ ജോലികളും റോബോട്ടുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കാലം അമേരിക്കയിൽ അതിവിദൂരമല്ല. അത് തന്നെ ഓരോ മിഡിൽ ക്ലാസ്സിലുള്ള, അതായത് പല പ്രൈവറ്റ് കമ്പനികളിലും ഒക്കെ ജോലി ചെയ്യുന്ന പല ആളുകൾക്കും ഒരു വലിയ വാണിംഗ് ആണ്. ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും? പ്രതികരിക്കാൻ ശക്തിയില്ലാത്തവരായി ഓരോ മിഡിൽ ക്ലാസ് ഫാമിലീസിനെയും താഴെ ഒന്നെങ്കിൽ നീ ദരിദ്രനാകുക അല്ലെങ്കിൽ നീ അതിസമ്പന്നനാകുക. ഈ 2 ഓപ്ഷൻ ആയിരിക്കും വരും കാലങ്ങളിൽ അമേരിക്കയ്ക്ക് അവിടുത്തെ ജനത്തിന് കൊടുക്കാനുള്ളത്. അതുമാത്രമല്ല, മറ്റൊരു വലിയ ഒരു തന്ത്രം കൂടെ ഉണ്ട്, റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇനിയും അവർ ഡീപ്പോർട്ട് ചെയ്യത്തില്ല. അവർ ഡീപ്പോർട്ട് ചെയ്യാതെ അവര് തന്നെ നമ്മളെ നിർബന്ധിതരാക്കും ആ രാജ്യത്തിൽ നിന്ന് വിട്ടുപോകാൻ. എന്തിനാണ് നമ്മൾ പല രാജ്യങ്ങളിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്ത് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് വന്നിരിക്കുന്നത്? അതായത് കാനഡ, അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങൾ വന്നത് ഒരു ബെറ്റർ ലൈഫ് തേടി, അല്ലെ? ഇപ്പം തന്നെ നമുക്കറിയാം കാനഡയിലാണെങ്കിലും ഇപ്പം ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടുത്തെ പലതരത്തിലുള്ള അതായത് ജീവിതം കാരണം തിരിച്ച് നാട്ടിലോട്ട് അങ്ങ് പോയാൽ നിന്ന് അവർ തന്നെ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇത് തന്നെയാണ് റിവേഴ്സ് ഇമിഗ്രേഷൻ. അതായത് ഗവൺമെന്റ് തന്നെ ആളുകളെ കൊണ്ട് ചിന്തിപ്പിക്കുക, അവർക്ക് പണമില്ലാതാക്കുക, അവർക്ക് നല്ല മെഡിക്കൽ ഫെസിലിറ്റി കൊടുക്കാതിരിക്കുക, നല്ല ഫുഡ് കിട്ടാതിരിക്കുക, റെന്റ് അടയ്ക്കാൻ കഴിയാതിരിക്കുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ജീവനെ ഭയന്ന് സ്വയം ആ രാജ്യത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകുന്ന ആ ഒരു അവസ്ഥയിലേക്ക് അമേരിക്ക വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. അത് ഇന്നോ നാളെയോ സംഭവിക്കുന്നതല്ല. ഓരോ തുടക്കവും ഓരോന്നും ഒരു വലിയ ലക്ഷണങ്ങളാണ്. പുതിയ നല്ല വീഡിയോസുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റുകളും ഷെയർ ചെയ്യുക. I am signing out to Rexy Joy. Bye.